എല്ലാ കൂട്ടുകാർക്കും കൊച്ചു വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ടിപ്പു സുൽത്താൻ താമസിച്ചിരുന്ന ഒരു കൊച്ചു വീട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇന്ന് തുടർന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമുക്ക് ഈ യാത്ര ചെയ്യാം. കൂട്ടുകാരെ, ഇത് കണ്ടില്ലേ? രണ്ട് ചെടികളായി വരുന്നൊരു പൂവാണ്. ഈ പൂവിൽ ബ്ലാക്ക് നല്ല ഭംഗിയോടെ ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ ഇതിലും നമ്മൾ ഐസ്ക്രീം കൊണ്ടുണ്ടാക്കുന്ന വിവിധമായ ഒരു നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ കളറുകൾ നോക്കൂ, ഭംഗിയും നിറവും നൽകും. നമുക്കും ഉണ്ടാക്കും ചെയ്യാം. അടുത്തത് ഇതിന്റെ ഓരോ വ്യത്യസ്ത പൂക്കളാണ് തന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇതിന്റെ ഓരോ കളറുകളിലെ വ്യത്യസ്ത തരമാണ് ഇതിൽ നിൽക്കുന്നത്. ഒന്ന് നോക്കിയപ്പോ കണ്ടില്ലേ? ഇത് ഊട്ടിത്തെ ഒരു കോച്ചക്കാട്ടിൽ ഒരു അത്ഭുതമായി കണ്ടെത്തിയ പൂക്കളാണ് ഇത്. ഇതിന്റെ പേരാണ് ആൻഫ്രാങ്ക് പൂ. ഇതാണ് ഫ്രഞ്ച് പൂ. ഇത് വ്യത്യസ്ത ഈ ഊട്ടിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. ഇനി നമ്മൾ ഇനി നമ്മൾ പോകുന്നത് ഒരു സ്റ്റേഡിയത്തിലേക്കാണ്. എന്റെ കൂടെ വരും. മോളിക്ക് പോകും. അപ്പൊ നമ്മൾ പോകുന്നത് ഒരു ഭംഗിയുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നോക്കൂ കിളികൾ, മനോഹരമായ കിളികളാണ് അവിടെ നിൽക്കുന്നത്. അതിമനോഹരമായ പൂക്കളും കിളികളുടെ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. അവിടേക്ക് നോക്കൂ, ഒരു തരത്തിലുള്ള പൂക്കളാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇതിന്റെ വ്യത്യസ്ത നോക്കൂ. ഇത് നമ്മൾ ഫ്രഞ്ച് പൂ പറയും. ഇതിന്റെ ഇതളുകൾ നോക്കിക്കോളൂ, ശ്രദ്ധിച്ചു നോക്കൂ. ഇതിന്റെ ഇതളുകൾ വേറെ സൈസ് കളറാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പേരും ചെമ്പരത്തി എന്നാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. ചുവന്ന ചെമ്പരത്തിയും ചില പേരുകൾ പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ടിപ്പു സുൽത്താൻ നടന്ന ഒരു വലിയ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. നമുക്കിനി പോകാം. ഇതിന്റെ നിങ്ങൾക്ക് കണ്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നത്? നമ്മളെ വാഴനിപ്പോ സൈസ് ഇലഞ്ച് രീതിയിലാണ് കാണുന്നത് അല്ലേ? ഇതും ഇവിടെ കാണുന്നത് ഒരു സസ്യമാണ്. അവിടെ പൂക്കളെയും ഭംഗി കൂട്ടുന്നു. ഇതാണ് ടിപ്പു സുൽത്താൻ താമസിച്ചിരുന്ന വീട്. ടിപ്പു സുൽത്താൻ താമസിച്ചിരുന്ന വീടാണ്. ഇപ്പോൾ ഇത് ഒരു കേന്ദ്രമായി ആണ് കാണപ്പെടുന്നത്. ഈ വീട് കാണാൻ വേണ്ടി വന്ന ചില പേരുകളാണ്. ഇവിടെ നിന്നും ഭക്ഷണം ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ചില പേർക്ക് ഭക്ഷണം കഴിക്കുകയാണ്. നമുക്ക് അവരെത്തിക്കുന്ന പോയേക്കാൻ വരും. പോയി അല്ല മാത്രം കൊടുത്തു. ചേച്ചിയാ പറയൂ. ഇത് ഇപ്പോഴും ഭക്ഷണം ലഭിക്കുന്നതാണല്ലേ? പലതരത്തിലുള്ള കോഴികളാണ്. ചില കോഴികളും മനോഹര കോഴികളും. ഇതാ കാക്ക. പലതരത്തിലുള്ള കാക്കകളെ കാണുന്നുണ്ട്.
ഇങ്ങനെ കാട്ടിയാൽ മതി, കാക്ക ഇങ്ങനെ പോകും കേട്ടോ. ഒരു ആൺ ഫ്രണ്ട്സ് പോലെ ഒരേ രീതി നടക്കുന്നതും ഒരേ രീതി. ഇനി നമ്മൾ പോകുന്ന ടിപ്പു സുൽത്താൻ്റെ ഇതിലേക്ക് നിങ്ങൾക്ക് നല്ല ആകാംക്ഷ ഉണ്ടാവും, കൂടെ വരും. നടന്നു വരി പോവുകയാണ്. ഇതാണ് ടിപ്പു സുൽത്താൻ നടന്ന വഴിയാണ്, ഇവിടെ വഴികളാണ് ഇവിടെ. ഇവിടെ ആപ്പിൾ ചമ്പക്ക എന്നിവ ചിപ്പാവുന്നുണ്ട്. ഇവിടെ വഴിക്ക് വീഴുന്ന സാധ്യത കണ്ട്. ഞങ്ങൾ നേരത്തെ കണ്ടു ചെമ്പരത്തി. ഇതിന് ബേസ് വന്ന് ചെമ്പരത്തിക്കാരിയാണ്, പക്ഷെ അതും ഇതൊക്കെ വ്യത്യസ്തമാണല്ലേ. അതാണ് ഇവിടെ അതും ഇതൊക്കെ വ്യത്യസ്ത നിറമാണല്ലേ. നിങ്ങൾ തന്നെ നോക്കൂ, ഇതിന്റെ കളർ വ്യത്യസ്തം, അതിന്റെ ചെമ്പരത്തിന്റെയും വ്യത്യസ്തമായിരുന്നു അല്ലേ. അതൊരു ഇളം റോസ് കളർ എന്ത് ചുവന്ന റോസ് കളർ ആയിരുന്നു. ഇനി നമുക്ക് കുറച്ച് വിശ്രമിക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും തലമരത്തിലേക്ക് നടക്കുകയാണ്. നടന്നു കിട്ടുക പൂവുകളിൽ മണിമുത്തി പാട്ട് ജില്ല നീവൻ പൂക്കളിൽ ചുവന്ന നിറത്തിൽ ൊരു മുത്തേ നീ എന്ന കൊത്തോ മുത്തേ ദൂരെ 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 ഹലോ. ഇപ്പൊ ചില പേര് നടന്നു പോയി. ഇവിടെ ഒരു കല്യാണമാണോ തോന്നുന്നു. നമ്മൾ ചോറുന്നുണ്ട്, ആ ചേച്ചിയാണ് കല്യാണം ഉണ്ടാക്കുന്നത്. അത് ഇവിടുന്നാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. നമുക്ക് ഇവിടെ കൂടി നടന്നൊക്കെ പോവാം. വരൂ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരു വിശാലമായൊരു തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ മറ്റു പല തരത്തിലുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ടിപ്പു സുൽത്താൻ പല പച്ചക്കറികളും കുഴിച്ചിട്ടിരുന്നു, പക്ഷെ ഒന്നും തന്നെ വിളഞ്ഞില്ല. പക്ഷെ ഇതൊരു അത്ഭുതകരമായ നമുക്കിത് തൊടാൻ തന്നെ പാടില്ല. ഇത് തൊട്ട് നമ്മൾ 1500 ഫീസ് കൊടുക്കേണ്ടതാണ്. ഇത് നമുക്ക് വേണം തൊടൊക്കെ ചെയ്യാം, പക്ഷെ ഇതിന് 1000 രൂപ കൊടുക്കണം. ഇത് വിലപ്പെട്ട സാധനമാണ്. ഇതിന്റെ ഈ തണ്ടുകൾ കണ്ടില്ലേ, വേറെ സൈസ് കളർ വരുന്നു. ഇത് കടും. അപ്പൊ ഇതാണ് ടിപ്പു സുൽത്താൻ ആദ്യമായി ഉണ്ടാക്കിയ വീടാണത്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഭംഗിയും കലയും നിറഞ്ഞ് ഇരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് വലിയ ഒരു മാങ്ങ മരത്തിലേക്കാണ്. കിട്ടല്ലേ ഞാൻ വിശാലമായ റബ്ബർ തോട്ടത്തിലൂടെ നടന്നു പോകുന്ന ആഴ്ച. നമ്മൾ ആദ്യം കണ്ട മാംഗോസ്റ്റീൻ നമുക്കറിയില്ല. നമ്മൾ ആദ്യം കാണാൻ പോയിരുന്നു അല്ലേ. ഇപ്പൊ നമ്മൾ പോകുന്നത് അത്ഭുതകരമായ നമ്മളൊരു അടപ്പാടിക്കൂടെ പോകുന്നത്. അവിടേക്ക് നോക്കുമ്പോൾ എത്ര മരങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ല കാട്ടു തെച്ചികൾ എന്തൊക്കെയുണ്ട്. അത് ഭംഗിയൊന്നും രാത്രി ആക്കുമ്പോഴത്തേക്ക് ഇവിടെ മഴയും
ഇടിയൊക്കെ പൊട്ടുന്നു. നല്ല തണുപ്പൊക്കെ ആയിരിക്കും. ഞങ്ങൾ ടിപ്പു സുൽത്താൻ താമസിച്ചിരുന്ന മുറിയിലാണ് ഇപ്പൊ ഇറങ്ങുന്നത്. നമുക്ക് ഇനി വഴികളിലൂടെ പോവാം. ഒരു നല്ല തണുപ്പാണ് ഇപ്പോൾ. അതുകൊണ്ട് കോട്ടിട്ടുകൊണ്ട് നമ്മുടെ ഒരു ഭാഗ്യമായി തോന്നുന്നു. ഇവിടെ പല ആളുകൾ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വരുന്നുണ്ട്. പല ആളുകളും ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ പേര് പല കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുകയാണ്. നമ്മൾ ടിപ്പു സുൽത്താന്റെ വീട്ടിലേക്ക്. അവിടുത്തെ ഉള്ളുകൾ കാണാൻ പോവുകയാണ് അല്ലേ? സ്റ്റോപ്പ് ചെയ്യാം.